തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതായി ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 4-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിലാണ്. ഈ ഭാഗം ആരംഭിക്കുന്നത് യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ്. 4-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ജ്ഞാനസ്നാനശേഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശു ആത്മാവ് നയിച്ച പ്രകാരം മരുഭൂമിയിൽ ഉപവസിക്കുന്നതായും ആ സമയത്ത് യേശു പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതായും നാം കാണുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ യേശു മരുഭൂമിയിലെ പരീക്ഷകൾക്ക് വിധേയനായി. ആത്മശക്തി നിറഞ്ഞവനായി തന്നെ പരീക്ഷകൾ പൂർത്തിയാക്കി തൻ്റെ പരസ്യജീവിത ശുശ്രൂഷയിലേക്ക് അവിടുന്ന് കടന്നു. പ്രലോഭനങ്ങൾക്ക് മുൻപും ശേഷവും ആത്മാവിൻ്റെ നിറവിലായിരിക്കുക എന്നതാണ് യേശുവിനെ നമ്മിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ധ്യാനാവസരങ്ങളിലും നല്ല കുമ്പസാരത്തിന് ശേഷവുമെല്ലാം ആത്മാവിൻ്റെ നിറവോടെയാണ് നാം ജീവിത വഴികളിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിടിഞ്ഞും പാപത്തോട് ചായ്വ് കാണിച്ചും പലപ്പോഴും പാപത്തിൽ വീണും നാം അഭിഷേകം നഷ്ടപ്പെടുത്താറുണ്ട്. എന്നാൽ ദൈവപിതാവിന് നമ്മെക്കുറിച്ചുള്ള സ്വപ്നം നാമും അവിടുത്തെ പുത്രനായ യേശുവിനെ പോലെ പരീക്ഷകൾക്ക് മുൻപും ശേഷവും ഒരുപോലെ ആത്മാഭിഷേകത്തിൽ ആയിരിക്കണം എന്നതാണ്. യേശു പരീക്ഷകൾക്ക് മുൻപിൽ നിന്നതും അവയെ വിജയിച്ചതുമെല്ലാം നമുക്ക് പകരക്കാരനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ സഹനങ്ങൾ, ഞെരുക്കങ്ങൾ, പാപസ്വാധീനങ്ങൾ, തഴക്കദോഷങ്ങൾ ഇവയൊന്നിനും തകർക്കാനാവാത്ത ഒരു വിശുദ്ധിയുടെ തലത്തിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ വെള്ളിയേക്കാൾ അമൂല്യമായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ആത്മാവിനാൽ നിറഞ്ഞ യേശുവിലേക്ക് മനുഷ്യർ ആകർഷിക്കപ്പെട്ടു. അഭിഷേകത്തിൻ്റെ വളരെ പ്രകടമായ തലമാണ് ഈ ആകർഷണം. മതവും വിശ്വാസ ജീവിതവും ഒന്നും ആവശ്യമില്ലെന്ന വാദഗതികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ അന്തരീക്ഷത്തിൽ തന്നെ കൃപയുള്ളവരിലേക്ക് ജനം ഇനിയും ഒഴുകും. കാരണം കൃപയുള്ളിടത്താണ് ഒരുവൻ യഥാർത്ഥത്തിൽ ആശ്വസിക്കപ്പെടുന്നത്, സ്നേഹിക്കപ്പെടുന്നത്, കരുതപ്പെടുന്നത്. ഇന്നത്തെ ഈ ലോകത്തിന് കൃപയുടെ ഈ പരിലാളന ആവശ്യമുണ്ട്. സത്യത്തിൽ ഒരു സാധാരണ വൈദികനെയോ സിസ്റ്ററിനെയോ അൽമായിനെയോ മുറിവേറ്റ മാനവകുലത്തിന് ഇക്കാലഘട്ടത്തിൽ ആവശ്യമില്ല. വൈദികൻ അഭിഷേകമുള്ള വൈദികനാവണം. സിസ്റ്റർ അഭിഷേകമുള്ള സിസ്റ്ററാവണം. അപ്പൻ അഭിഷേകമുള്ള അപ്പനാവണം. അമ്മ അഭിഷേകമുള്ള അമ്മയാവണം. ഡോക്ടറും ടീച്ചറും ഡ്രൈവറും മേസ്തിരിയും വിവാഹ ബ്രോക്കറുമെല്ലാം അഭിഷേകമുള്ളവരാണ്. പാപം അതിൻ്റെ മൂർത്തീഭാവത്തിൽ സംഹാര താണ്ഡവമാടുമ്പോൾ കാഴ്ചക്കാരനായി നോക്കി നിൽക്കാനാവില്ല. അഭിഷേകം പ്രാപിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രതിവിധി. സൗഖ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവൃത്തി. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ദൈവാത്മാവിനാൽ നിറഞ്ഞുള്ളവയായിരുന്നു. യേശുവിൽ നാം കാണുന്നത് ഒരു സാമൂഹിക പരിഷ്കർത്താവിൻ്റെ വിപ്ലവകരമായ ചില ഇടപെടലുകൾ അല്ല, മറിച്ച് ആത്മാവിനാൽ നിറഞ്ഞവൻ്റെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന
വിസ്മയകരമായ ദൈവപ്രവൃത്തികളാണ്. യേശുവിനെ മാതൃകയാക്കുന്നവർ ആദ്യം മാതൃകയാക്കേണ്ടത് അവിടുത്തെ പ്രവൃത്തികളെയല്ല, മറിച്ച് അവിടുത്തെ ദൈവബന്ധവും അതിലൂടെ അവിടുന്ന് പ്രവർത്തിച്ച ആത്മാവിനെയുമാണ്. യേശുവിനെ മാതൃകയാക്കുന്നവർ ആദ്യം മാതൃകയാക്കേണ്ടത് അവിടുത്തെ പ്രവൃത്തികളെയല്ല, മറിച്ച് അവിടുത്തെ ദൈവബന്ധവും അതിലൂടെ അവിടുന്ന് പ്രവർത്തന നിരതമായ ആത്മാവിനെയുമാണ്. നമുക്ക് ഏതൊരു പ്രവൃത്തിയും ചെയ്യാം. ഒരു ഉടുപ്പ് തുന്നുന്നതോ, പാത്രം കഴുകുന്നതോ, വാഹനം ഓടിക്കുന്നതോ, കുട്ടികളെ പഠിപ്പിക്കുന്നതോ എന്തുമാവട്ടെ, ആ പ്രവൃത്തി വഴി ദൈവത്തിന് മഹത്വം നൽകാനും ലോകത്തെ സുഖപ്പെടുത്താനും സാധിക്കും. അതിനു വേണ്ടത് അഭിഷേകമുള്ളവർ ആയിത്തീരുക എന്നതാണ്. ഈ ഒരു അഭിഷേകം പ്രാപിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാപൂർവം ശ്രവിക്കാം, മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാം. ദൈവകൃപ നാം ഓരോരുത്തരിലും സമൃദ്ധമാകുവാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും